മേപ്പാടിയിൽ ദുരന്തബാധിതർക്കുള്ള കിറ്റിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ തുടരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ടി അനീസ് അലി. സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ അല്പസമയത്തിനകം. പരീക്ഷണ പറക്കൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊച്ചി ബോൾഗാട്ടി കായലിൽ നിന്ന് ഇടുക്കി മാട്ടുപ്പെട്ടി അണക്കെട്ടിലേക്കാണ് പരീക്ഷണ പറക്കൽ. ബോൾഗാട്ടി പാലസിലെ മറീനക്ക് സമീപത്തെ വേദിയിൽ രാവിലെ 9:30 ചടങ്ങുകൾ തുടങ്ങും. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, 9:30 ചടങ്ങുകൾ തുടങ്ങേണ്ടത്. തയ്യാറെടുപ്പുകളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? സൈഫുദ്ദീൻ, ഇന്നലെ തന്നെ ഈ വിമാനം സീപ്ലെയിൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബോൾഗാട്ടി പാലസിനടുത്തുള്ള കായലിൽ ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി 9:30 ചടങ്ങുകൾ തുടങ്ങും. കൃത്യം 11 മണിക്കാണ് ഇവിടുന്ന് ഈ സീപ്ലെയിനിന്റെ ടേക്ക് ഓഫ്. അത് ഒരു പരീക്ഷണ പറക്കലാണ്. മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. അവിടെ ഈ KCBയുടെ ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടുന്ന മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പരീക്ഷണ പറക്കൽ ക്രമീകരിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ക്രമീകരണങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായി അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഇന്നലെ തന്നെ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസും പി രാജീവും ഉൾപ്പെടെയുള്ളവർ ഈ ബോൾഗാട്ടി പാലസിലുണ്ട്. രാജീവിന്റെ അധ്യക്ഷതയിൽ മുഹമ്മദ് റിയാസാണ്, ടൂറിസം മന്ത്രിയാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എന്തായാലും ഈ ആംഫിബിയൻ വിമാനം എന്നാണ് ഇത് പറയുന്നത്. ഡിഹാവ്ലാൻഡ് കാനഡ എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ സ്പൈസ് ജെറ്റിന്റെ സാങ്കേതിക പിന്തുണയുണ്ട്, ഓപ്പറേഷൻ പിന്തുണയുണ്ട്. അങ്ങനെ വളരെ വിപുലമായ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കേരളത്തിൽ 4 വിമാനത്താവളങ്ങൾ, വിപുലമായ ജലാശയം ഉൾപ്പെടെ ഒരു വലിയ സാധ്യത ടൂറിസം മേഖലയ്ക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വലിയ സാധ്യത നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മുടെ കേരളത്തിന്റെ ഒരു ടൂറിസം ഭൂപടത്തിൽ വലിയ മുന്നേറ്റമാകാൻ പോകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ ഇതിനെ വലിയ ഒരു പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല ടൂറിസം സാധ്യതകൾക്ക് അപ്പുറത്ത് ചില ഉപയോഗങ്ങൾ കൂടിയുണ്ട്, പ്രത്യേകിച്ച് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ. കാര്യം ഏകദേശം 800 മീറ്റർ റൺവേ മാത്രമാണ് ഇതിന്റെ ഒരു ടേക്ക് ഓഫിന് ആവശ്യമായി വരിക. മാത്രമല്ല ഏത് ജലാശയത്തിലും അതോടൊപ്പം തന്നെ ചെറിയ കരയിൽ പോലും ഒരു ചെറിയ ഗ്രൗണ്ട് കിട്ടിയാൽ പോലും അവിടെ ലാൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിന്, പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ, അതോടൊപ്പം തന്നെ മറ്റു പല പ്രദേശങ്ങളിലും ഒരു ചെറിയ എയർ സ്ട്രിപ്പ് പോലും ലഭ്യമാകാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതുൾപ്പെടെയുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും കേരളത്തിന്റെ ഭാവി സാധ്യതകളിൽ വലിയ പ്രാധാന്യം പിടിക്കുന്ന തരത്തിലേക്ക് എന്തായാലും ഈ സീപ്ലെയിനിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ, വലിയ പോസിബിലിറ്റീസ് തുറന്നിടുന്ന തരത്തിലേക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഉഡാൻ പദ്ധതി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ഉൾനാടൻ ജലാശയങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പ്രാദേശിക കണക്ടിവിറ്റികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉൾനാടൻ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിന് കീഴിൽ ഇപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെ പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ സീപ്ലെയിൻ ഇന്ന് ഇവിടെ കേരളത്തിൽ പരീക്ഷണ പറക്കലിന് തയ്യാറാകുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം അവിടെ നിന്ന് കാര്യക്ഷമത ഒക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം ഇന്ധനം നിറച്ചാണ് ഇന്നലെ ഏകദേശം 3 മണിയോടുകൂടി ബോൾഗാട്ടി പാലസിൽ എത്തുന്നത്. ഇവിടെ ലാൻഡ് ചെയ്തു. ഈ ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് സ്വീകരണം നൽകി. ഇതിന്റെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകളൊക്കെ പറഞ്ഞു. എന്തായാലും ഇന്ന് ഏകദേശം 9:30 ഇതിന്റെ പ്രാഥമിക ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം പിന്നീട് കൃത്യം 11 മണിയോടുകൂടിയാണ് ഇത് മാട്ടുപ്പെട്ടി ഡാമിലേക്ക്, അവിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു പരീക്ഷണ പറക്കലിന്റെ ടേക്ക് ഓഫ് നടത്തുക. സൈഫുദ്ദീൻ, സീപ്ലെയിൻ പരീക്ഷണ